തീ വന്ന് വിറകിനോട് ചോദിക്കുന്നു, എനിക്ക് നീ ഒരു ചാൻസ് തരാമോ? ഇത് അരുന്ധതി റോയിയുടെ വാക്കുകളാണ്. ഇനി പിന്നാമ്പുറം ഈ വാക്ക് കേട്ട് എടുത്തു ചാടി തീയെ ആലിംഗനം ചെയ്ത ആ വിറകിനെ പിന്നെ മറ്റു വിറകുകൾ കണ്ടിട്ടില്ല. അങ്ങനെ തീയെ പ്രണയിക്കാതെ എന്നാൽ ഉള്ളിൽ മൊത്തം തീക്കനൽ കൊണ്ടുകിടക്കുന്ന ചിലരുമുണ്ട് നമുക്കിടയിൽ, വൻമരമായി ആർക്കും പിടികൊടുക്കാതെ. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. മക്കളുടെ ബാധ്യതയാണ്, കടമയാണ് അച്ഛനമ്മമാരെ വയ്യാത്ത കാലത്ത് നന്നായി തന്നെ നോക്കുക എന്നത്. 99% പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് വൈപ്പ്. അവരാ കടമ നിറവേറ്റുന്നുണ്ട്. ചില VIP-കൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പിൻഗാമികളാകാൻ പട്ടും വളയും ഒരുക്കി കൊട്ടും കുരവയുമായി കാത്തിരിക്കുന്നവർക്ക് ഒന്നല്ല പലതുണ്ട് കാര്യം. ലൈവായി വാർത്തകളിൽ കയറി ആ നിമിഷ നേരം കൊണ്ട് ഇടം പിടിക്കാം. ഒരു കയ്യോ കാലോ ഒടിഞ്ഞ യാത്രക്കാരൻ KSRTC ബസ്സിൽ കയറുമ്പോൾ ഒരു സീറ്റ് ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ഔദാര്യം പോലെ. പറഞ്ഞു വന്നത്, മഞ്ഞൾ വെള്ളവും ചൂർണവും മുട്ടിപ്പ് പ്രാർത്ഥനയും ഒന്നും അയാൾ നടത്തിയില്ല. തന്റെ അച്ഛന്റെ ജീവൻ നിലനിർത്താൻ അതിനൊന്നും ആകില്ലെന്ന സാമാന്യ ബോധം അയാൾക്കുണ്ടായിരുന്നു. തന്റെ അച്ഛന് പരമാവധി ജീവൻ നിലനിർത്താൻ അയാൾ ആവും വിധം ശ്രമിച്ചു. ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ. VIP ചമഞ്ഞ് വന്നവർക്ക് മുന്നിൽ അവസാന കാലഘട്ടത്തിൽ തന്റെ അച്ഛനെ പ്രദർശന വസ്തുവായി എറിഞ്ഞു കൊടുത്തതുമില്ല. വ്യാജ തിരുമൽ ചികിത്സ നടത്തുന്ന ഫ്രോഡ് വൈദ്യന്മാരുടെ പുറകെ ഓടിയതുമില്ല. പക്ഷേ ആ മകൻ കേട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ. 1 മാസത്തിലേറെ വെന്റിലേറ്ററായിരുന്ന അച്ഛൻ മരിച്ചെന്ന് മെഡിക്കൽ ബോർഡ് വിധി എഴുതിയപ്പോഴും അയാൾ തുടർ നടപടികൾക്കായി നേതാക്കളെ കാത്തിരുന്നു. കാരണം അയാൾക്കറിയാമായിരുന്നു, VS എന്ന 2 അക്ഷരം തന്റെ അച്ഛൻ മാത്രമല്ല, ഒരു ജനതയുടെ വികാരം കൂടിയാണെന്ന്. അദ്ദേഹം പാർട്ടിയുടെ മാത്രം സ്വത്തുമാണ്. ആധുനിക ചികിത്സകൾ നൽകി 100 തികഞ്ഞ അച്ഛന് സുന്ദരമായ ഈ ലോകത്ത് അവസാനത്തെ ശ്വാസത്തിന്റെ ഒരു മനുഷ്യായുസിന്റെ പരമാവധി നല്ല ഓർമ്മകൾ സമ്മാനിച്ച മകൻ VS അരുൺകുമാർ. അച്ഛൻ ചത്തിട്ട് കട്ടിലൊഴിയാൻ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ അയാളില്ല, ഉണ്ടാകില്ല. ആ കട്ടിലും അയാൾ മോഹിച്ചിരുന്നില്ല. ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ അച്ഛന്റെ ജന്മനാട്ടിലെ സംസ്കാര ചടങ്ങിൽ പോലും യാതൊരു ഷോക്കും അയാൾ നിന്നില്ല. എന്നിട്ടും ആ ശവമഞ്ചം കയറ്റിയ ബസ്സിൽ അച്ഛനരികിൽ ഒരൊറ്റ സീറ്റിൽ അരുൺകുമാർ ഉണ്ടായിരുന്നു. കേരളത്തിൽ എല്ലാ ചാനലുകളും ചുറ്റുമുണ്ടായിരുന്ന ആ ചരിത്രയാത്രയിൽ ഒരു ഷോയും കണ്ടില്ല. കാരണം എല്ലാ പാർട്ടിയാണെന്ന് ആ മകൻ അറിയാമായിരുന്നു. പാർട്ടി എന്നാൽ വ്യക്തിയല്ലെന്നും പ്രസ്ഥാനമാണെന്നും അവരെല്ലാം ചെയ്തു കൊള്ളുമെന്നും ആ മകന് ബോധ്യമുണ്ടായിരുന്നു. AKG സെന്ററിൽ നിന്നും ആദരവ് നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി പാർട്ടി പതാക പുതപ്പിച്ച് കിടത്തിയപ്പോഴും തൊട്ടടുത്ത അച്ഛന് കാവലായി ആ മകനുണ്ടായിരുന്നു. പുലർച്ചെ 2 മണിക്കും തോരാത്ത മഴയിലും തിരക്കൊടുങ്ങാതിരുന്നതോടെ ആ മകൻ ചോദിച്ചു, അച്ഛൻ ഉറങ്ങണ്ടേ? ഇനി പൊതുദർശനം നാളെ പോരെ എന്ന്. എന്നിട്ടും അവസാന ആൾ വരെ VS-നെ വന്നു കണ്ട് വണങ്ങുന്നത് വരെ അയാൾ കാത്തിരുന്നു. UK-യിൽ നിന്നുമൊക്കെ VS-ന്റെ കുടുംബവുമായി ആത്മബന്ധമുണ്ടായിരുന്ന മലയാളി സുഹൃത്തുക്കൾ അനുശോചിക്കാൻ വിളിച്ചപ്പോൾ അരുൺകുമാർ പറഞ്ഞത് ആരെയും വിളിച്ചറിയിക്കാൻ പറ്റിയില്ല എന്നാണ്. അച്ഛൻ പതിവ് പോലെ അനാരോഗ്യത്തോട് പൊരുതി ആരോഗ്യവാനായി തിരികെ വീട്ടിലേക്ക് വരുമെന്നാണ് കരുതിയത്. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് കരുതിയതില്ല എന്ന് അരുൺകുമാർ പറയുന്നു. വലിയ ചുടുകാട്ടിൽ VS ഉറങ്ങിയതിന്റെ അടുത്ത ദിവസം അരുൺകുമാർ ഇങ്ങനെ കുറിച്ചു, ഇന്നത്തെ പ്രഭാതം അച്ഛനൊപ്പമില്ലെന്ന തിരിച്ചറിവിൻ്റെത് കൂടിയാണ്. ആദ്യ ദിനമാണ്. കടന്നുപോയ ഓരോ മാസക്കാലവും അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രത്യാശ വച്ചു പുലർത്തിയെങ്കിലും വിധിവിഹിതം മറിച്ചായി. രോഗശയ്യയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ താല്പര്യപ്പെട്ട 100 കണക്കിന് അച്ഛന്റെ അടുപ്പക്കാരുണ്ടായിരുന്നു. ഒപ്പം ഡോക്ടറുടെ കർശന നിർദ്ദേശം നിലവിലുണ്ടായിരുന്നത് കൊണ്ട് അന്ത്യനാളുകളിൽ ആരെയും കാണാൻ അനുവദിക്കാൻ കഴിഞ്ഞില്ല. പലർക്കും ഇക്കാര്യത്തിൽ വിഷമമുണ്ടാകും, അരിശമുണ്ടായിരിക്കും. പക്ഷേ ആശുപത്രിയിൽ വന്ന് സമാശ്വസിപ്പിച്ചവരോട് പോലും വേണ്ടത്ര ഊഷ്മളമായി താൻ പ്രതികരിച്ചോ എന്ന് സംശയമുണ്ട്. അച്ഛന്റെ വിയോഗം സ്വയം അംഗീകരിക്കാൻ പോലും ഏറെ സമയമെടുത്തു. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർത്തെടുക്കാനാകുന്നുള്ളൂ തനിക്ക്. അച്ഛനോടൊപ്പം ബസ്സിലിരുന്ന് വലിയ ചുടുകാട് വരെയുള്ള ആ യാത്രയിലുടനീളം കൺമുന്നിലൂടെ ഒഴുകി നീങ്ങിയ ജനസമുദ്രത്തെ കൂപ്പ് കൈകളോടെ സ്മരിക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു നിന്നിട്ടും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോലും കഴിയാതെ നിരാശയവരായവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. ആശുപത്രിയിലെ ഡോക്ടർമാരോട്, സമാശ്വസിപ്പിച്ചവരോട്, അച്ഛനെ നെഞ്ചിലെത്തിയ ജനസഹസ്രങ്ങളോട്, പാർട്ടിയോട്. ഈ മകൻ ഇതിനു മുമ്പ് എത്ര തവണ നമ്മൾ കണ്ടു? വിലാപയാത്രയിൽ ചാനലുകൾക്ക് എത്ര പ്രാവശ്യം അയാളുടെ മുഖം കാട്ടാനായി? ചാനലുകൾ അത് കൊടുക്കാതിരുന്നതല്ല. ചാനലുകൾക്ക്
ആ മകൻ മുഖം കൊടുക്കാതിരുന്നതാണ്. കാരണം അവിടെ പ്രാധാന്യം മാറിപ്പോകരുത്. ഒരുപക്ഷെ VS കഞ്ഞൽ ഏറ്റവും കൂടുതൽ ചാനലുകൾ കാണിക്കാൻ പോകുന്ന മുഖവും അന്ന് അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ അയാളുടെ തന്നെയായിരുന്നനെ. നമുക്ക് മുന്നേയുള്ള അനുഭവങ്ങൾ അത് തന്നെയാണല്ലോ. പിന്നെ എപ്പോഴാണ് അയാളുടെ മുഖം ചാനലുകൾക്ക് കിട്ടിയത്? നമ്മൾ കണ്ടത് അച്ഛന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുമ്പോഴും വലിയ ചുടുകാട്ടിൽ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴും അതൊരു മകൻ ചെയ്യേണ്ട കടമയായതുകൊണ്ട് അത് മാത്രം ആണ് ആ മകനെ നമുക്ക് കാണാനായത്. ഇതുവരെ കാണാത്തതുപോലെ ഇനിയും നമുക്ക് അയാളെ കാണാൻ പറ്റില്ല. അച്ഛനമ്മമാരുടെ മരണം പോലും ചാനലുകൾക്ക് മുന്നിൽ വന്ന് അഭിനയിച്ച് ആഘോഷമാക്കുന്ന മക്കൾക്ക് ഈ മകനൊരു മാതൃക തന്നെയാണ്. അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കളായ വിദേശ മലയാളികൾ ഒക്കെ ചോദിക്കുന്നുണ്ട് അരുൺകുമാറിനോട് സമൂഹ മാധ്യമങ്ങളിലൂടെ, VS എന്ന അച്ഛന്റെ മകന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സമയമായില്ലേ എന്ന്. അതിനും അരുൺകുമാർ ഉത്തരം നൽകുന്നില്ല. കാരണം പാർട്ടിയാണ് അച്ഛനെല്ലാം, ആ കുടുംബത്തിനും അതുകൊണ്ട് തന്നെ പാർട്ടി തന്നെയാണ് എല്ലാം. ഈ ചോദ്യത്തിന് ചേരുന്ന മറ്റുത്തരങ്ങളൊന്നും തൽക്കാലം കയ്യിലുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച